വിദ്യാർത്ഥികളിൽ അരാഷ്ട്രീയവാദവും വിഭജനങ്ങളിൽ തീവ്രവാദവും കടന്നു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാരണം? അതിനെങ്ങനെ പ്രതിരോധിക്കും? അല്ല, അതൊക്കെ ഒരു ചേഞ്ചിങ് ഫേസാണ്. അരാഷ്ട്രീയവാദം ആണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പഠിപ്പുള്ള കുട്ടികളുടെ കാലം വരികയാണ്. നിങ്ങളടിയിൽ നിന്ന് തന്നെ നേതാക്കന്മാർ വരും, നല്ല കഴിവുള്ളവർ. അപ്പം അത് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അരാഷ്ട്രീയവാദം എന്നൊക്കെ വെറുതെ പറയുകയാണ്. അരാഷ്ട്രീയവാദം ഒന്നല്ല, നിങ്ങൾക്കൊരു വാദമുണ്ട്, നിങ്ങളുടെ കാലം വരും, ആ കാലം നല്ലതാണ്, ഇതിനേക്കാൾ നല്ലതാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു അക്രമപരമായ രീതിയിലാണെല്ലാം അവരെ നേടിയെടുക്കുന്നത്. ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും വിമുഖരായി പുറകോട്ട് നിൽക്കുന്ന പുതിയ ജനറേഷന് എന്ത് ഐഡിയാസ് ഉണ്ട്? എന്താണ് പുതിയ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? എങ്ങനെയാണ്, എന്താണ് അതിൽ ഉൾക്കൊള്ളിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മളെ രാഷ്ട്രീയം മാറി വരികയാണ്. അതാണ് നിങ്ങളൊക്കെയാണ് നമുക്ക് തീരുമാനിക്കുന്നത്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ലോകം മാറണം എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണം, പുതിയ പ്രോജക്റ്റുകൾ വരണം, അതുപോലെ തന്നെ പുതിയ പുതിയ സ്കീം കൊണ്ടുവരണം, ടെക്നോ പാർക്ക് വരണം, സൈബർ പാർക്ക് വരണം, അതുപോലുള്ള അവസരങ്ങൾ വേണം, നല്ല കോളേജുകൾ വേണം, ലോക നിലവാരത്തിലുള്ള കോഴ്സുകളൊക്കെ അവിടെ വേണം എന്നൊക്കെയാണ്. അപ്പോൾ പഴയ കാലത്ത് പണിയില്ലാത്ത ആളുകൾ എല്ലാവരും കൂടി നിന്ന് അവിടെയും ഇവിടെയും നിന്ന് കല്ലെടുത്ത് എറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, അതിന് ഇനി മാർക്കറ്റ് ഇല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് ഇനി വോട്ട് കിട്ടൂല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ രാഷ്ട്രീയം മാറും. അത്തരം പ്രവൃത്തികൾ നടത്തുന്ന ആളുകൾ, അത്തരം പ്രവൃത്തി നടക്കുന്നവർക്കൊന്നും വോട്ടില്ല, അതിന് മാർക്കറ്റ് ഇല്ല എന്ന് നിങ്ങൾ വരുത്തിയാൽ തീർച്ചയായും രാഷ്ട്രീയവും മാറും. അപ്പം അതിനനുസരിച്ച് എല്ലാവരും മാറിക്കോളും. കാരണം വോട്ട് കിട്ടാത്ത പണിക്ക് നേതാക്കന്മാർ പോകില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബുള്ള സോഷ്യൽ മീഡിയയുള്ള ഉപഭോക്താക്കൾ മാത്രമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, കേരളത്തിലെ കുട്ടികൾക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും. അല്ല, അതിപ്പോൾ ഫേസ്ബുക്ക് ആവട്ടെ, പിന്നെ വാട്സപ്പ് ആവട്ടെ, ഇനി ട്വിറ്റർ ആവട്ടെ, അതൊക്കെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ അവർക്ക് തോന്നിയ ആശയം ഡെവലപ്പ് ചെയ്തെടുത്താണ്. നന്ന പ്രായം കുറഞ്ഞ കുട്ടികൾ കണ്ടുപിടിച്ച ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ. ഓരോ ദിവസവും ഓരോ ആപ്ലിക്കേഷൻ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ അങ്ങനെ കണ്ടുപിടിച്ച സംഗതികളാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന എല്ലാ ആളുകൾക്കും അതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ പുതിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് സ്വല്പം സപ്പോർട്ട് ആവശ്യമുള്ള സംഗതിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോ പാർക്കിൽ അവിടെ TBIC ഉണ്ട്, ടെക്നോ പാർക്കിൽ ട്രെയിനിങ് സെൻറ്റർ, ഇൻക്യുബേഷൻ സെൻറ്റർ, അങ്ങനത്തെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇനി എവിടെയൊക്കെ തുടങ്ങണമെന്ന് എനിക്കിവിടെ പറഞ്ഞുകൂടാ. പക്ഷേ എല്ലാ സപ്പോർട്ടും കേരള ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാണിക്കാം. പിന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കൂടുതൽ പ്രചാരം നമുക്ക് കൊടുക്കാം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. മാത്രമല്ല, ക്യാമ്പസുകളിൽ ഞങ്ങളിപ്പോൾ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ അനുദിനം കൂടി വരികയാണ്. കാരണം പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ഇലക്ട്രോണിക്കിലേക്ക് മാറുകയല്ലേ. 1,00,000 പുസ്തകം വേണമെന്നുണ്ട് ഇത്ര പോകുന്ന ഒരു ഉപകരണത്തിനുള്ള ആക്കാനുള്ള ടെക്നോളജി ആയി കഴിഞ്ഞല്ലോ. അതുപോലെ ഇലക്ട്രോണിക് കൊണ്ട് ഡെയിലി ഇപ്പോൾ ഇന്ന് പിന്നെ ഫേസ്ബുക്ക്, നാളെ വേറൊന്ന്, മറ്റന്നാളെ വേറൊന്ന്, അനുനിമിഷം പുതിയത് കണ്ടുപിടി. അതാണ് നിങ്ങളെ അവസരം, നിങ്ങൾക്കുള്ള സംഗതി അത് തന്നെയാണ്. അല്ല, എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ്. കലാലയങ്ങളിൽ നിന്ന് ലോകത്തിന് വഴിത്തിരിവായി ഒട്ടേറെ ഐഡിയകൾ ഉയർന്നു വരുന്നുണ്ട്. കോളേജുകളിൽ ഇത്തരം പ്രതിഭകൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും താങ്കൾ നേതൃത്വം നൽകുന്ന UDF സർക്കാർ എന്ത് നിലപാടാണ് കൈക്കൊള്ളുന്നത്? 6 മാസം മുമ്പ് കേരളത്തിലെ ക്യാമ്പസിൽ നിന്നൊരു 12,000 കുട്ടികളെ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ പാർക്കിൽ ഞങ്ങൾ വിളിച്ചു. അവിടെ കിൻഫ്രയുടെ ഒരു പാർക്കുണ്ട്, അവിടെ വിളിച്ചിട്ട് ആ കുട്ടികൾക്ക് മുഴുവൻ കാര്യങ്ങൾ എല്ലാ കോളേജിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തു. പിന്നെയും ഒരു സെഷൻ ഉണ്ടായി. ഇപ്പം എന്താ വെച്ചാൽ കോളേജുകളിലൊക്കെ നല്ല അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇതിലൊക്കെ വാസറുള്ള കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി
ബൂട്ട് ക്യാമ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥാപനത്തിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എല്ലാ സപ്പോർട്ടും കിട്ടും കേട്ടോ.